അടുത്തത് അബുൽ കലാം ആസാദ് വൈജ്ഞാനിക സംഭാവനകൾ. അബ്ദുൽ ഹാദി ടി, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സയൻസ്, വയനാട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മറ്റ് നേതാക്കളെ, സ്നേഹാദരണീയരായ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലാന അബുൽ കലാം ആസാദിൻ്റെ വൈജ്ഞാനിക സംഭാവനകൾ. കാലം യവനികക്കുള്ളിൽ മറഞ്ഞപ്പോഴും വിസ്മരിക്കാനാകാത്ത ബാക്കി വെച്ച ഓർമ്മയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി രാജ്യം ആചരിക്കുന്നത്. 1858 പുണ്യഭൂമിയായ മക്കയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. മൗലാന ഖൈറുദ്ദീൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. മാതാവ് ആലിയ അറബ് വംശജയാണ്. ബ്രിട്ടീഷ് അധിനിവേശകർ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കിയപ്പോൾ മക്കയിലേക്ക് കുടിയേറിയ ആസാദിൻ്റെ പിതാവ് അറിയപ്പെട്ട ഒരു സൂഫി പണ്ഡിതനായിരുന്നു. പീർ മുരീദ് സംസ്കാരത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു സൂഫി. സലഫി വിദ്വേഷിയായിരുന്ന അദ്ദേഹം സലഫിയത്തിനെ അങ്ങേയറ്റം എതിർക്കുകയും അത്തരം ആശയങ്ങളുമായി സാമീപ്യം പുലർത്താൻ ആസാദിനെ അനുവദിച്ചൊന്നുമില്ല. കൂർമ്മബുദ്ധിയും വിജ്ഞാന കുതുകിയുമായ അദ്ദേഹം പിതാവിൻ്റെ നിബന്ധനകൾ ഭേദിച്ചുകൊണ്ട് പഠിക്കാൻ ആരംഭിച്ചു. കാരണം ത്വരീഖത്തും ഷെയ്ഖും മുരീദുമെല്ലാമുള്ള സൂഫിസം ആസാദിൻ്റെ പ്രകൃതത്തിന് ഉതകുന്നതായിരുന്നില്ല. ഒരു വേള ഭൗതികവാദപരമായ ആശയങ്ങളിൽ പോലും ആസാദ് ആകൃഷ്ടനായി. അറിവിനോടുള്ള ആസാദിൻ്റെ ആർത്തി അദ്ദേഹത്തെ വെറുതെ ഇരുത്തില്ല. ഇസ്ലാമിനെ കുറിച്ച് ആസാദ് വീണ്ടും പഠനം നടത്തി. സർ സയ്യിദ് അഹമ്മദ് ഖാനെയും ജമാലുദ്ദീൻ അഫ്ഗാനിയെയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിനെയും സയ്യിദ് റഷീദ് റിളയെയും പോലുള്ള പ്രതിഭകളിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന് അതിനുള്ള ഊർജ്ജം ലഭിച്ചത്. താൻ മതവും രാഷ്ട്രീയവും പഠിച്ചത് സയ്യിദ് റഷീദ് റിളയിൽ നിന്നാണെന്ന് ആസാദ് പറയാറുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് കണക്കറ്റ സംഭാവനകൾ അർപ്പിച്ച മഹാവ്യക്തിത്വമാണ് ആസാദ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയിൽ ആകൃഷ്ടനായ അദ്ദേഹം പിതാവ് ഭയന്ന പോലെ സലഫിയത്ത് സ്വീകരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായി പഠിച്ച ആസാദ് ഖുർആൻ ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെ പ്രതികരിച്ചു. ഇടക്കാലത്ത് അൽ ഹിലാൽ എന്നും അൽ ബലാഗ് എന്നും പറഞ്ഞ് അദ്ദേഹം 2 പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പിൽക്കാലത്ത് അവ രണ്ടും നിരോധിക്കപ്പെട്ടു. നേരത്തെ പറഞ്ഞ ഖുർആൻ ദുർവ്യാഖ്യാനങ്ങൾക്കെതിരെയുള്ള ആസാദിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ഭുവനപ്രസിദ്ധമായ തർജുമാനുൽ ഖുർആനിൻ്റെ രചന. വിജ്ഞാന രംഗത്തെ ആസാദിൻ്റെ വലിയൊരു സംഭാവനയാണത്. അദ്ദേഹം സാധാരണക്കാർക്കുതകുന്ന രീതിയിൽ അന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെ സംസാരിച്ചിരുന്ന ഭാഷയെന്ന നിലക്ക് ഉറുദുവിൽ ലളിതമായാണ് തർജുമാനുൽ ഖുർആൻ രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാധാരണക്കാരായിരുന്നു എന്ന് വ്യക്തം. ഹിജ്റ 2-ാം നൂറ്റാണ്ട് കഴിയുന്നതിന് മുൻപ് വിശ്വാസികളുടെ ആദ്യ തലമുറ കടന്നുപോയപ്പോൾ തന്നെ തത്വചിന്തയെയും ശാസ്ത്രത്തെയും കുറിച്ചുള്ള യവന കൃതികളുടെ വിവർത്തനങ്ങളിലൂടെ യവന ചിന്തയുടെ സ്വാധീനം മുസ്ലിം ദിശകളുടെ മേൽ പിടിമുറുക്കി. തൽഫലമായി ഖുർആൻ്റെ മൗലിക സമീപനത്തിൻ്റെ ലാളിത്യം ചിന്താശാസ്ത്രപരമായ വിശകലന ചർച്ചകൾക്ക് വഴിമാറി. ഇത് ഖുർആൻ്റെ കാര്യത്തിൽ സംഭവിച്ച വലിയ ദുരന്തമാണ്. എത്രത്തോളം എന്നാൽ മുസ്ലിം പണ്ഡിതന്മാരാൽ എഴുതപ്പെട്ട ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ പോലും പദങ്ങൾക്ക് ഉദ്ദേശിക്കപ്പെടാത്ത അർത്ഥങ്ങൾ കൽപ്പിച്ചു നൽകിയെന്ന് തർജുമാനുൽ ഖുർആൻ്റെ ആദ്യ പതിപ്പിൻ്റെ മുഖവുരയിൽ മൗലാന അബുൽ കലാം ആസാദ് പ്രതിപാദിക്കുന്നുണ്ട്. ശുദ്ധമായ തൗഹീദ് കലർപ്പില്ലാതെ അവതരിപ്പിക്കാൻ തർജുമാന് കഴിഞ്ഞു. മുഖവുരയിൽ നിന്നുള്ള ഏതാനും വാക്കുകൾ ശ്രദ്ധിക്കുക. ദൈവം മാത്രമേ ആരാധനക്കർഹനായുള്ളൂ എന്ന് ഖുർആൻ സ്ഥിരീകരിക്കുന്നു. നിങ്ങൾ മറ്റേതെങ്കിലും ഒന്നിലേക്ക് ഭക്തിയോടെ തിരിയുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ആളല്ലാതായിത്തീരുന്നു. മനുഷ്യൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതും അവൻ്റെ പ്രാർത്ഥനകളെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതും അവൻ മാത്രമാണെന്ന് ഖുർആൻ പറയുന്നു. അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ അവനോടൊപ്പം മറ്റൊരാളെ പങ്കുചേർക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഏകത്വത്തിലും ഗുണവിശേഷണങ്ങളിലുമാണ് അയാളെ പങ്കുചേർക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ ഏകത്വത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം പങ്കിലമായി തീരുന്നു. ഇതിനാലാണ് സൂറത്തുൽ ഫാത്തിഹയിൽ പ്രാർത്ഥന ഈ രൂപത്തിലായിട്ടുള്ളത്: നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇവിടെ ഊന്നൽ നൽകപ്പെട്ടിട്ടുള്ളത് നിന്നോട് മാത്രം എന്ന കാര്യത്തിനാണ്. ദൈവത്തിൻ്റെ സത്തയിലും ഗുണവിശേഷണങ്ങളിലുമുള്ള വ്യതിരിക്തതയ്ക്ക് ഖുർആൻ വളരെ പ്രാധാന്യം നൽകുന്നു. ഖുർആൻ്റെ ഒരു താളും ഈ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാതിരുന്നിട്ടില്ല. അൽ വസിയ്യത്തുൽ കുബ്ര. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ഇറാഖിൽ ഒരു വലിയ പണ്ഡിതൻ ജീവിച്ചിരുന്നു. അദീബിന് മുസാഫിർ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദീബിന് മുസാഫിർ ഇബ്നു അമവി അൽ ഹക്കാരി എന്നാണ്. അങ്ങേയറ്റത്തെ അറിവും ജനങ്ങൾക്കിടയിൽ പേരും പെരുമയും സ്ഥാനവും ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ. ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഇദ്ദേഹത്തിൻ്റെ മുരീദുമാരും ആളുകളും അദ്ദേഹത്തെ പുകഴ്ത്തുവാൻ ആരംഭിച്ചു.
സാധാരണ ചരിത്ര സംഭവങ്ങളിലെ പോലെ തന്നെ അത് കലാശിച്ചത് ശിർക്കിലും ബിദ്അത്തിലും തക്ലീദിലുമെല്ലാമായിരുന്നു. ഈ അവസ്ഥയുടെ ആഗമനത്തോടെ ഇസ്ലാമിൻ്റെ ആശയ സംഹിതയ്ക്ക് ഘടകവിരുദ്ധമായ പലതും പ്രചരിക്കാൻ തുടങ്ങി. ബഹുദൈവപരമായ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കളഞ്ഞിറഞ്ഞിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന പാത ഒരു മുസ്ലിമിന് കരടീയമല്ലെന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത് തൗഹീദിൻ്റെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുമാണ് ബഹുമാന്യനായ പണ്ഡിതൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അൽ വസിയത്തുൽ കുബ്ര എന്ന ഗ്രന്ഥം രചിക്കുന്നത്. ഈ ഗ്രന്ഥമാണ് പിൽക്കാലത്ത് അബുൽ കലാം ആസാദ് തൻ്റെ ജനതയിലും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വീക്ഷിച്ചപ്പോൾ ഉറുദുവിലേക്ക് വിവർത്തനം ചെയ്തത്. അദ്ദേഹം ലക്ഷ്യം വെച്ചത് സാധാരണക്കാരുടെ വിശ്വാസപരമായ ഉന്നമനമായിരുന്നു. അദീബിന് മുസാഫിർ ജനിച്ചത് ഹിജറ 465 അദ്ദേഹത്തിൻ്റെ മരണം ഹിജറ 555 അത് ഹിജറ 556 ആണെന്നും അതല്ല 557 ആണെന്നും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിയോഗാനന്തരം അദ്ദേഹത്തെ അന്ധമായി അനുധാവനം ചെയ്ത ആളുകളെ അദ്വിയാക്കൾ എന്ന് പറയുന്നു. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തൻ്റെ ഗ്രന്ഥത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗമായി പറയുന്ന ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം മാനവർക്ക് അനുഗ്രഹമായിരുന്നുവെന്ന്. അദ്ദേഹത്തിലൂടെ നടപ്പിൽ വന്ന ശരീഅത്ത് ഈ ഉമ്മത്തിന് ഏറ്റവും അനുയോജ്യമായതാണെന്നും അദ്ദേഹം പറയുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാനും പ്രചാരണം നടത്താനും പ്രബോധനം ചെയ്യാനുമെല്ലാം എല്ലായ്പ്പോഴും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅയാണെന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ വിശ്വാസാചാരങ്ങളും കർമാനുഷ്ഠാനങ്ങളുമെല്ലാം പ്രമാണബദ്ധമായിരിക്കും. അവർ മധ്യമ നിലപാടിന് ഉടമസ്ഥരാണ്. അതേപോലെ മുൻകഴിഞ്ഞു പോയ നല്ലവരായ നൂറ്റാണ്ടുകാരെ അവലംബിച്ചുകൊണ്ട് മാത്രമാകണം തെറ്റിദ്ധാരണകളും അഭിപ്രായ ഭിന്നതകളും തിരുത്തേണ്ടതെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. സാധാരണക്കാരുടെ ആശയവിദ്യാനത്തിന് അടിസ്ഥാനപരമായി 3 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായി അദ്ദേഹം പറയുന്നത് പ്രാമാണിക യോഗ്യമല്ലാത്തതും ദുർബലവും നിർമ്മിതികളുമായ ഹദീസുകളുടെ പിൻബലത്തിൽ വിശ്വാസത്തെ പ്രാപിക്കലാണ്. രണ്ടാമത്തേത് വ്യക്തികളുടെയും ആശയങ്ങളുടെയും കാര്യത്തിൽ അതിര് കവിയൽ, അവ എത്തിച്ചേരുക നേരത്തെ പറഞ്ഞ പോലെ തക്ലീദിലും ഷിർക്കിലും തക്ലീദിൻ്റെ അതിഗുരുതര ഘട്ടത്തിലേക്കുമാണ്. അവസാനമായി വിശ്വാസപരമായ അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളിലും കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും മധ്യമ നിലപാടിലല്ലാതെ പോയത് സമുദായ ഭിന്നതയും അദ്ദേഹം ഇതോടൊപ്പം എടുത്തു പറയുന്നു. ഇവയെല്ലാം ഒന്നൊഴിയാതെ സാധാരണക്കാർക്കിടയിൽ കണ്ടുവരുന്നു എന്നത് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യം. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ മാതൃകാ പുരുഷനാക്കിയ മൗലാന അബുൽ കലാം ആസാദ് ഒരു വേള നമുക്ക് ചിന്തിക്കാനുള്ള വക നൽകുന്നു. താൻ നിലകൊള്ളുന്ന രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനായി ഒരു വഹാബിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുക കൂടിയായിരുന്നു അദ്ദേഹം. ഭീകരതയുടെയും തീവ്രതയുടെയും ആളായിരുന്നു ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എന്നും അത് ജനഹൃദയങ്ങളിൽ സന്നിവേശിപ്പിക്കാനാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയും സലഫിയത്തിനെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിലൂടെയും ശ്രമിച്ചിരുന്നത് എന്ന് പറയുന്നവർ മൗലാന അബുൽ കലാം ആസാദിനെ ഒന്ന് പഠിക്കുക. ഇബ്നു തൈമിയ്യയുടെ ആശയങ്ങളെ പ്രമാണബദ്ധമായി പുള്ളി തെറ്റാതെ പകർത്തിയ ആസാദ് എന്നാൽ പഠിപ്പിച്ചത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര രാജ്യത്ത് എങ്ങനെ ജീവിക്കാമെന്നായിരുന്നു. സ്വന്തം രാജ്യത്തിൻ്റെ നന്മക്കായി അഹോരാത്രം പരിശ്രമിച്ച ചരിത്രത്തിലെ അനയാത്ര പ്രകാശിച്ച സംഭവം മൗലാന അബുൽ കലാം ആസാദ് 1958 പരലോകം പുൽകി. അസ്സലാമു അലൈക്കും.